ജിത്ത് അടക്കമുള്ള ഡിവൈഎഫ്ഐക്കാരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന ഒരു മോട്ടീവ്. അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിലാണ് തൊട്ട് അടുത്ത ദിവസം രാത്രി 7:45 ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ആയുധങ്ങളുമായി ഇവർ വരുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ മോട്ടീവായിട്ട് കണ്ടത്. ഉണ്ടായിരുന്നു. അതായത് കോടതികൾ പലതും മാറി. ആദ്യം തന്നെ ഈ കേസ് ഞാനിവിടെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ എൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ബിനീഷയാണ് നടത്തിയത്. 3 സാക്ഷികളെ ചീഫ് എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി പ്രതികൾ ഈ കോടതിക്കെതിരെ അത് വന്ന ഒരു കമൻറ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നതിന് ഉത്തരവാകുകയും ചെയ്തു. ആ നിലയിൽ അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് മാറ്റി. അവിടെ ഒരു ജഡ്ജ് കുറേ വിസ്താരം നടന്നു. ആ സമയം തൊട്ട് പിന്നീടാണ് കോടതി മാറ്റുന്നതോടുകൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നീതി കിട്ടണമെന്നുള്ളത് ഞങ്ങൾ അന്നേ എടുത്ത വളരെ ഇതായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടറുടെ മേലെയും വന്നിട്ടുള്ള ഒരാക്ഷേപം എന്നുള്ള നിലയിൽ ആ പ്രോസിക്യൂട്ടറും മാറി നിൽക്കുകയും ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ജില്ലാ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ. അതിനുശേഷം ജില്ലാ കോടതി ഒന്നിൽ 2 ജഡ്ജിമാരുടെ മുമ്പാകെ കേസ് നടത്തുകയുണ്ടായി. പിന്നീട് വീണ്ടും അത് ADC 3 മാറ്റി. അതിനുശേഷം ഇപ്പോൾ ഈ മാഡം ADC 3 പുതിയ ജഡ്ജ് വന്നതിന് ശേഷമാണ് പൂർത്തിയായത്. കൊറോണയ്ക്ക് മുമ്പേ തന്നെ ലോക്ക്ഡൗണിൻ്റെ തലേ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ വിചാരണ പൂർത്തിയാക്കിയ കേസായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനാണ് പിന്നെ കൊറോണ കാലം വന്ന് കുറേ കാലം നീണ്ടുപോയത്. അപ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 4ാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് വരാൻ വേണ്ടി സാധിക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം സാക്ഷിയായിട്ടുള്ള റിക്കവറി മാസ്റ്റർ വിറ്റ്നസ് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ മറവിയൊക്കെ സംഭവിക്കുന്നത് കേസിൻ്റെ ദീർഘകാലം ഇങ്ങനെ വിചാരണ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്.